വേനലവധി ആഘോഷമാക്കിയാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ അതിനൊന്നും നേരമില്ലാതെ പക്ഷികളെയും പൂമ്പാറ്റകളെയും നിരീക്ഷിച്ച് അവധിയെ നിറം പിടിപ്പിക്കുകയാണ് കാസർഗോഡ് ബേളയിൽ 7ാം ക്ലാസ്സുകാരി നിഹാരിക. കയ്യിൽ ക്യാമറയും ബൈനോക്കുലറുമായിട്ട് ഈ മിടുക്കി അങ്ങനെ കറങ്ങി നടക്കുകയാണ്. കയ്യിൽ ക്യാമറയും ബൈനോക്കുലറുമായി നിഹാരിക യാത്ര തുടങ്ങിയിട്ട് 3 വർഷം പിന്നിടുന്നു. ഇതിനകം തിരിച്ചറിഞ്ഞത് 180-ലധികം പക്ഷികളെ. കൂട്ടുകാരെല്ലാം ബന്ധുവീടുകളിലും മറ്റും പോയി അവധി ആഘോഷിക്കുമ്പോൾ നിഹാരിക പുതിയ അതിഥികളെ കണ്ടെത്താനുള്ള യാത്രയിലാണ്. വീട്ടുപരിസരങ്ങളിൽ തുടങ്ങി അതിപ്പോൾ ജില്ലയ്ക്ക് പുറത്തേക്കുമെത്തി. ഒരു കൗതുകത്തിന് തുടങ്ങിയതാണെങ്കിലും ഈ 7ാം ക്ലാസ്സുകാരിക്ക് ഇപ്പോൾ പക്ഷി നിരീക്ഷണം തമാശയല്ല. The places which I have conducted bird watching is in my school, my backyard, and some other places like Bambrana, Annabelle, and etc. And in my future, I haven't decided surely what I'll do, but I'm hoping to do anything related to ornithology. 4ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പക്ഷികളെക്കുറിച്ച് പഠിച്ചു. പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് അധ്യാപകൻ രാജു കിദൂർ സ്കൂളിൽ നൽകിയ ക്ലാസ് പ്രചോദനമായതോടെ ഒഴിവു സമയങ്ങളെല്ലാം പക്ഷികൾക്ക് പിറകെ പോകാൻ തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട അനവധി ക്യാമ്പുകൾ. സ്കൂൾ വളപ്പിൽ നിന്നാണ് പക്ഷി നിരീക്ഷണം തുടങ്ങിയത്. അവിടെ നിന്നു മാത്രം 84 ഇനം പക്ഷികളെ കണ്ടെത്തി. അവയുടെ ഫോട്ടോകൾ ഉൾപ്പെടെ ചേർത്ത് ഒരു പുസ്തകവും തയ്യാറാക്കി. ഇപ്പോൾ പക്ഷികൾക്ക് പുറമെ പൂമ്പാറ്റകളെ കൂടി നിരീക്ഷിക്കുന്നുണ്ട് ഈ മിടുക്കി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.